ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വോട്ടവകാശമുള്ള എല്ലാവരും, വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വോട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ആരാണ് പറഞ്ഞത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല, താങ്കളുടെ കയ്യിലിരിക്കുന്ന കാശൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ കുറച്ച് മീഡിയയും കുറച്ച് ആക്ടിവിസ്റ്റുകളെയും കുറച്ച് ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ സ്പോൺസർ ചെയ്ത് മുമ്പോട്ട് നടത്തിച്ചാൽ മാത്രമേ ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ആരാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇന്ത്യയിലെ ജനങ്ങളെ ഏൽപ്പിച്ചോ? ഇല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ വളരെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരും രാഹുൽ ഗാന്ധി തന്നെയും ഈ പറയുന്ന ജോർജ് സോറോസിൻ്റെ വിശ്വസ്തരായ ആൾക്കാരോടൊപ്പം പല ഏജൻസികളുടെ പേരുകളൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല, അതായിരുന്നു വിഷയങ്ങൾ, ഞാൻ റെഫർ ചെയ്തിട്ട് വന്നതിനായിരുന്നു. അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇരിക്കുന്നതും വളരെ ക്ലോസ് ഡോർ മീറ്റിംഗ്സിൽ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്, പലപ്പോഴും ചർച്ചയിലേക്ക് വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ശക്തികൾ ഇടപെടാൻ നോക്കുന്നു എന്നുള്ള കാര്യം ഒരു രഹസ്യമായ കാര്യമൊന്നുമല്ല. ചൈനയ്ക്ക് ചൈനയുടേതായ ഇൻട്രസ്റ്റുകളുണ്ട്. കാരണം ചൈന ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിൽ പോലും ചൈന, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളാണ് ലോകത്തിൻ്റെ കംപ്ലീറ്റ്ലി സെമി കണ്ടക്ടർ സപ്ലൈസിലേക്ക് നിൽക്കുന്നത്. മൊത്തം അവരാണ് കൊടുക്കുന്നത്, അവരെ മാത്രം ട്രസ്റ്റ് ചെയ്താണ് ലോകം നിൽക്കുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് ഇന്ത്യ കാലെടുത്ത് വയ്ക്കുകയാണ്. 1969 മറ്റോ ആണ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പെൻഡിയത്തിൻ്റെ സഹസ്ഥാപകനായിരുന്നിട്ടുള്ള ആൾ, ഇൻ്റലിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള ആൾ ഇന്ത്യയിൽ വരികയും സ്ഥലം നോക്കുകയും ചെയ്യുന്ന സമയത്ത് അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ബ്യൂറോക്രസിയും കൂടെ അദ്ദേഹത്തെ തിരിച്ചോടിക്കുകയായിരുന്നു. ആ ബസ് ഇന്ത്യക്ക് മിസ് ചെയ്തതാണ്. രണ്ടാമത്തെ ബസ്സാണ് ഇപ്പോൾ കോവിഡിന് ശേഷം, കോവിഡ് അനന്തരം നമ്മൾ പോകുന്നത്. അപ്പോൾ 2030 ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറേഴ്സായിട്ട് ഇന്ത്യ മാറുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്രയേറെ പൈസ പമ്പ് ചെയ്ത് ഇന്ത്യ ആ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും ലോകത്തെ പല രാജ്യങ്ങളുടെയും താല്പര്യങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടെന്നേ. ഇപ്പോൾ വൺ റോഡ് വൺ ബെൽറ്റ് പോലുള്ള പ്രോജക്ട്സ് ചൈന കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യ കൃത്യമായിട്ടും മറ്റ് പല രാജ്യങ്ങളുമായിട്ടും സംസാരിക്കുകയും ഇന്ത്യ അതിന് പകരം മറ്റൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയും അതിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയും ചൈനയും. രണ്ടിൻ്റേതായ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. ചൈന തീർത്തും ഒരു ജനാധിപത്യ രാജ്യമല്ലാത്തത് കൊണ്ട് നമുക്കൊരു കാരണവശാൽ അതിൻ്റെ അകത്ത് പോയി ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1,000 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾ ഓരോന്നാണ് ഭരിക്കുന്നത്. ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കുകയും ചൈനയുടേതായ ഇൻട്രസ്റ്റുകൾ ഇവിടെ നടപ്പിലാക്കിക്കുവാനും ആ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. അപ്പോൾ ബാഹ്യമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കേരളത്തിലും ഇന്ത്യയിലെയും തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മതം എന്ന് പറയുന്ന വിഷയം നോക്കൂ, സമാധാനപരമായി നമ്മുടെ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യാതൊരു അനാവശ്യ വിവാദങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ആ സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു പരാമർശവുമായിട്ട് വരുന്നത്. എന്താണ്? അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചത്, അതുകൊണ്ട് അത് ഇനി സംഘപരിവാർ BJP ഏറ്റെടുത്ത് വിളിക്കുമോ? എത്ര വലിയ ബാലിശമായ കുത്തിത്തിരിപ്പ് ചോദ്യമാണെന്നേ. അസീമുള്ള ഖാനാണോ മറ്റേ അദ്ദേഹം കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ അദ്ദേഹമാണോ ഉണ്ടാക്കിയത്? അതിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടെങ്കിലും ഇരട്ടിയിലേറെ ആവേശത്തിൽ ഞങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് ഏറ്റുവിളിക്കും. ഞങ്ങൾക്ക് എന്താന്നേ മടി? ഭാരതത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുസൽമാനാണ് ആ മുദ്രാവാക്യം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമേ ഉള്ളൂന്നേ. പിണറായി വിജയൻ ഞങ്ങളെ കണ്ട കാഴ്ചപ്പാട്, ഞങ്ങളെ മനസ്സിലാക്കിയ കാഴ്ചപ്പാട് തെറ്റിപ്പോയി എന്ന് മാത്രമേ അദ്ദേഹത്തോട് അത്തരം വിഷയങ്ങളിൽ നമുക്ക് പറയാനുള്ളൂ. ഇത് A ക്ലാസ് കുത്തിത്തിരിപ്പാണ് മതം പറഞ്ഞുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ സമയം മുതൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ദൗർഭാഗ്യവശാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് ആരാണ് അനാവശ്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ മതം വലിച്ചിടുന്നത്? CPM ആണ് മതം വലിച്ചിടുന്നത്, അല്ലാണ്ട് മറ്റാരുമല്ല മതം വലിച്ചിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മറ്റെന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ളത്? അവരിറങ്ങി വോട്ട് ചോദിക്കട്ടെ നാട്ടിൽ അവരുടെ നേട്ടങ്ങൾ പറഞ്ഞിട്ട്. അവരാകെ ഇപ്പോൾ വീടുകളിൽ ചെന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരത് പറയേണ്ടത് വീടുകളിലല്ല, നിങ്ങളത് പറയേണ്ടിയിരുന്നത് പാർലമെന്റിലാണ്. പാർലമെന്റിൽ നിങ്ങൾ കണക്ക് സഹിതം ഒരു MP, ഇടതുപക്ഷത്തിന് രാജ്യസഭ MP-മാരുണ്ട്, ലോക്സഭയിൽ 3 MP-മാരുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഒരു MP ഉണ്ട്. നിങ്ങളുടെ ഒരു MP എങ്കിലും അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന വിഭാഗത്തിൽ കാശ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണിച്ചു തരാമോ? ഇല്ല, പറയില്ല. ഇവർ സുപ്രീം കോടതിയിൽ കേസിന് പോയി കപിൽ സിബലിനെ വെച്ചിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് വാദിച്ചതിൽ ഞങ്ങൾക്ക് കാശ് കിട്ടാനുണ്ടെന്നല്ല, ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് കപിൽ സിബൽ വാദിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ട്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്നാണ്. സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്ന്. സുപ്രീം കോടതി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്നിരുന്ന് സംസാരിക്കൂ, ഇവരെ ബെയിൽ ഔട്ട് ചെയ്യൂ, ഇവർക്ക് കുറച്ച് കടമെടുക്കാൻ ഇപ്പം അനുവദിച്ചു കൊടുക്കൂ, എന്നിട്ട് അടുത്ത വർഷം നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് അവകാശമുണ്ട്
എന്നല്ല പറയുന്നത്. നിങ്ങൾ ഇത്തവണ എന്തെങ്കിലും ഒന്ന് ബെയിൽ ഔട്ട് പാക്കേജ് കൊടുത്തിട്ട് അടുത്ത വർഷം നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ളത് ഇന്ന് കുറച്ചെടുക്കൂ എന്നൊക്കെ ഉള്ള തലത്തിലാണ് സുപ്രീം കോടതി പോലും പറയുന്നത്. അപ്പൊ ഇവർ പറയേണ്ടുന്ന ഒരു സ്ഥലത്തും ഇവർക്ക് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. പകരം ഇവർ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവർ വീടുകളിൽ പോയിട്ട് ലഘുലേഖ ഉണ്ടാക്കിയിട്ട് റോഡിൽ കയറി നിന്നിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് 57,400 കോടി രൂപ കിട്ടാനുണ്ട്, 65,000 കോടി കിട്ടാനുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ വൃഥാ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിയുക? ഇത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. മതം പറയുക, CAA വലിച്ചിടുക, അസീമുള്ള ഖാന്റെ പേര് വലിച്ചിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുക. ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിച്ചുകൂട്ടി വിടുവാനാണ് CPM ശ്രമിക്കുന്നത്. CPMന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം ആർക്കും ഉണ്ടാവേണ്ടതില്ല.